ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആകുലത വിനാശകാരിയാണ്. കൊടുങ്കാറ്റിനാൽ അമ്മാനമാടുന്ന ഒരു കപ്പലിൻ്റെ ചിത്രമാണ് ഇത് നൽകുന്നത്. ആകുലത ജീവിതത്തിന് തെറ്റായ കാഴ്ചപ്പാടുകൾ സമ്മാനിക്കുന്നു. ഉണ്ണുന്നതും ഉടുക്കുന്നതുമാണ് ജീവിതമെന്ന് നമ്മെ ധരിപ്പിക്കുന്നു. ദൈവത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ദൈവമഹത്വം എന്ന ലക്ഷ്യത്തെ മറന്ന് മാർഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൽ ദൈവം തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് കണ്ണു തുറന്നു നോക്കി മനസ്സിലാക്കാതിരിക്കേണ്ടതിന് ആകുലത നമ്മെ അന്ധരാക്കുന്നു. ദൈവം പൂക്കളെ മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു. വിതയും കൊയ്ത്തും അറിയാത്ത അശുദ്ധവർഗത്തിൽപ്പെട്ട കാക്കയെ ദൈവം കരുതുന്നു. ജീവിത സന്ധാരണത്തിനു വേണ്ടി അധ്വാനിക്കാൻ കഴിവ് കൊടുത്തിരിക്കുന്ന മനുഷ്യന് വേണ്ടിയും ദൈവത്തിന് കരുതിയേ കഴിയൂ. വെറുതെ കയ്യും കെട്ടിയിരുന്നാൽ ദൈവം ഊട്ടിക്കൊള്ളുമെന്ന് യേശു പറയുന്നില്ല. പക്ഷികളും ഭക്ഷണത്തിനായി കഷ്ടപ്പെടുന്നുണ്ടല്ലോ. കഴിവുകളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് സഹകരിക്കുകയും വേണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആകുലത അതിനോടുള്ള ബന്ധത്തിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കുന്നു. നാം ലക്ഷ്യം വയ്ക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നേടിത്തരും എന്ന പ്രതീക്ഷ വരുത്തുന്നു. നമ്മുടെ വിചാരങ്ങൾ ആയുസ്സിനോട് ഒരു മിനിറ്റ് പോലും കൂട്ടിത്തരുന്നില്ല. ദൈവം പക്ഷികളെ പുലർത്തുന്നുവെങ്കിൽ തൻ്റെ മക്കളെ എത്രയധികം. ഒരു ദിവസം മാത്രം ആയുസ്സുള്ള പൂക്കൾക്ക് ഇത്രയും ഭംഗി നൽകുന്നു എങ്കിൽ തൻ്റെ മക്കളുടെ വസ്ത്രധാരണത്തിൽ ദൈവം എത്ര ശ്രദ്ധാലുവാകുന്നു. ഇവിടുത്തെ പ്രശ്നം ദൈവത്തിൻ്റെ ശക്തിയുടെ കുറവല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. ആകുലത എങ്ങനെ ഒഴിവാക്കാം? നാം തൻ്റെ ചെറിയ ആട്ടിൻകൂട്ടത്തിലെ ആടുകളും അവൻ്റെ കുടുംബത്തിലെ മക്കളും അവൻ്റെ രാജ്യത്തിലെ ദാസന്മാരുമാകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ദൈവത്തിൻ്റെ ചുമതലയാണ്. ദൈവരാജ്യം നമുക്ക് നൽകാൻ ദൈവത്തിന് പ്രസാദമായെങ്കിൽ അവനോടൊപ്പം സർവ്വതും നമുക്ക് നൽകാതിരിക്കുമോ? റോമർ 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.